ഹലോ അസ്സാം വലൈക്കും. ഞാനൊരു സ്നാക്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഒരു നാടൻ പലഹാരമായിട്ടുള്ള സുഗിയനാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിതൊക്കെ ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. ചെറുപയർ ഉപ്പിട്ടിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചതാണിത് കേട്ടോ. കുക്കറിലിട്ട് വേവിച്ചിട്ട് ഒരു പാനിലോട്ട് മാറ്റി കൊടുത്തതാണ്. അപ്പം ഇതൊരുപാട് കുഴഞ്ഞു പോകുന്ന രീതിയിലാവാൻ പാടില്ല. പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് ശർക്കര മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ശർക്കരയിൽ നിന്ന് ഒരുപാട് വെള്ളത്തിലൊന്നും വേവിക്കാൻ പാടില്ല, മെൽറ്റ് ചെയ്യാൻ പാടില്ല. പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റ് ചെയ്യാം. ഇതൊക്കെ ഒരു ചെറുപയർ ശർക്കരയിൽ നന്നായിട്ട് മിക്സായി വരട്ടെ. ചെറുപയറെല്ലാം മധുരമൊക്കെ നന്നായിട്ട് പിടിച്ച് വരട്ടെ കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊക്കെ നമുക്ക് ചിരവിയെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ തേങ്ങയും ചെറുപയറും നന്നായിട്ട് ശർക്കരയിലൊക്കെ നന്നായിട്ട് മിക്സായി വരുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതൊക്കെ വെള്ളം അധികമാവാതെ ശ്രദ്ധിക്കണം. കാരണം നമുക്കിത് ചെറുപയർ റോളാക്കി എടുക്കാനുള്ളതാണല്ലോ. അപ്പം ഒരുപാട് കുഴഞ്ഞു പോകാത്ത രീതിയിൽ ഈ ഒരു പരുവത്തിലാണിത് നമുക്ക് കിട്ടേണ്ടത്. തേങ്ങയും ചെറുപയറൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത് വരുന്ന വരെ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഒന്ന് ചൂടൊക്കെ ആറി വരട്ടെ. കണ്ട് ഈ ഒരു പരുവത്തിലാണ് ഇത് കിട്ടേണ്ടത് കേട്ടോ. നമുക്കിത് തണുത്ത് വരുമ്പോഴേക്കിന് ഇതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കാം. നമുക്കൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഞാൻ 1 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കടലമാവ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ, അതിൻ്റെ കോട്ടിങ് നല്ല ക്രിസ്പി ആയിട്ട് വരാനാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അല്പം കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി, ഒരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അല്പം മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. യെല്ലോ ഫുഡ് കളർ ചേർത്താലും മതി. ഇനി കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കണം. ഫ്രൈ ആയി വരുമ്പം അവർ കോട്ടിങ്ങിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. എള്ള് കൂടിയിട്ട് വറുത്ത് വരുമ്പം ഇത് നന്നായിട്ട് മിക്സ് ആയിട്ട് വരട്ടെ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു ബാറ്ററാക്കിയത് തയ്യാറാക്കണം. സ്പൂണിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നന്നായിട്ട് കൈ വെച്ചിട്ട് നല്ല അടിച്ചെടുത്തിട്ട് വരണം കേട്ടോ. അതൊന്ന് സ്പൂണിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. നമ്മൾ എത്രയാണോ പൊടി എടുക്കണം അതിനാവശ്യത്തിലുള്ള വെള്ളം എടുക്കുക. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ട് അടിച്ച് കൊടുക്കണം. മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരാനാണ് ഇങ്ങനെ കൈ വെച്ചിട്ട് അടിച്ചെടുക്കുന്നത്. നമ്മൾ സോഡപ്പൊടി ഒന്നും ചേർക്കേണ്ടതില്ല. ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും കേട്ടോ. കണ്ടോ, ഈ ഒരു പാകത്തിലാണ് കിട്ടേണ്ടത് കേട്ടോ മാവ്. നമ്മൾ മാവിടെ തയ്യാറായിട്ടുണ്ട്. ഇതവിടെ മാറ്റി വെക്കാം. നമ്മൾ ചെറുപയർ വേവിച്ചിട്ടുണ്ടല്ലോ, അത് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഒരു നാരങ്ങ വലുപ്പത്തിൽ ഇങ്ങനെ ബോളാക്കി എടുക്കുക. കൈ വെച്ചിട്ട് തന്നെ ഓരോന്നെടുത്തിട്ട് ബോളാക്കി എടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങ വലുപ്പത്തിൽ തന്നെ, ഒരുപാട് വലുതാവേണ്ട ആവശ്യമില്ല. ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ നന്നായിട്ട് ബോളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷമാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് നമുക്ക് ഒരു ബാറ്ററിൽ മുക്കിയിട്ട് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം നമ്മൾ ഈ ഓരോ ചെറുപയറിൻ്റെ ബോൾ എടുത്തിട്ട് മാവിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ബാറ്റർ ആവുന്ന രീതിയിൽ വേണം അതിൽ മുക്കിയെടുക്കാൻ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സാണിത് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സ്നാക്സ് തന്നെയാണ്. ചെറുപയറൊക്കെ ആണല്ലോ, ഹെൽത്തിയാണ്. ഒരുപാട് നേരം ഫ്രൈ ചെയ്തെടുക്കാനൊന്നുമില്ല, കാരണം ഇത് ചെറുപയർ വേവിച്ചെടുത്തതാണല്ലോ. പിന്നെ മുകളിൽ വരുന്ന ഒരു കോട്ടിങ് ഒന്ന്
ഫ്രൈ ആയിട്ട് വരുന്ന വരെ മാത്രം വേവിച്ചെടുത്താൽ മതി. അതിന് ഒരു വശം വെന്ത് വരുമ്പം മറ്റേ വശം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇനി ആ ഭാഗം കൂടി ഒന്ന് നെരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. അത് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു കോട്ടിങ്ങാണ് ഇതിൻ്റെ കേട്ടോ. അകം പിന്നെ ചെറുപയർ ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് തന്നെയാണല്ലോ. നല്ല ടേസ്റ്റി തന്നെയാണ് കേട്ടോ. മക്കൾക്കും ആണെങ്കിലും ഒക്കെ 4 മണിക്കൊക്കെ തയ്യാറായി കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. ഒരു നാടൻ പലഹാരമാണ് സുഗീയൻ. ഓരോ ട്രിപ്പ് നമ്മളങ്ങനെ വേവിച്ചിട്ടെടുക്കുകയാണ്, ഓരോന്നും ഫ്രൈ ചെയ്തിട്ടെടുക്കുകയാണ്. നമ്മൾ സുഗീയനോട് തയ്യാറായിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലോ അല്ലേ. ഫ്രൈ ചെയ്ത് വന്നപ്പം നല്ലൊരു ഗോൾഡൻ കളറായിട്ട് നല്ല ടേസ്റ്റിയാണ് കഴിക്കാനും തന്നെ. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം വീഡിയോ വാച്ച് ചെയ്യാൻ കേട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം.